ഇപ്പൊ അത് ആം ആദ്മി പാർട്ടി ഇപ്പം ഇന്ത്യ സഖ്യമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ ഒറ്റയ്ക്ക് മത്സരിച്ച് മോദിയെ തോൽപ്പിച്ച് കെജ്രിവാൾ പ്രധാനമന്ത്രിയാവുന്നൊക്കെ വിശ്വസിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാവര്. അവരിപ്പോ ഡൽഹിയിലെ വോട്ട് ചോരിയെക്കുറിച്ച്, വോട്ട് മോഷണത്തെക്കുറിച്ച് തെളിവുകളും കണക്കുകളുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ന്യൂഡൽഹി നിയോജക മണ്ഡലത്തിൽ നിന്നും മാത്രം ഒറ്റയടിക്ക് 42,000 വോട്ടുകൾ വെട്ടിമാറ്റി, റദ്ദാക്കി. പറയുന്നത് ആം ആദ്മി പാർട്ടിയുടെ നേതാവാ. ഇത് കെജ്രിവാളും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന അതിർഷിയും ചൂണ്ടിക്കാണിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ നടപടിയും എടുത്തില്ല. ഇക്കാര്യത്തിൽ അന്നത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ഇപ്പോഴത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയും ആം ആദ്മി പാർട്ടിക്ക് സംശയമുണ്ടെന്നും ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 6,100 വോട്ട് കൂടി ഇതുപോലെ നീക്കം ചെയ്തു. ഇതിൽ 4,000 പേരെ വെട്ടിമാറ്റിയത് 84 പേരുടെ അപേക്ഷയിലാണ്. അത് അസാധ്യമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാ. അതുപോലെ തരുൺകുമാർ ചൗത്താല എന്ന് പറയുന്ന ഒരു വ്യക്തി 108 വോട്ടുകൾ റദ്ദാക്കുന്നതിന്, വെട്ടിമാറ്റുന്നതിന് അപേക്ഷ നൽകി. ഇതൊക്കെ തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ചിട്ട് യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൗരഭ് ഭരദ്വാജ് പറഞ്ഞിരിക്കുന്നത്.